ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആയുർവേദ കോസ്മെറ്റോളജി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. കൊല്ലം കടക്കലിലെ ദേവികി ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനും MD-യുമായിട്ടുള്ള ഡോക്ടർ LT ലക്ഷ്മിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഈ ആയുർവേദത്തിൽ പഞ്ചകർമ്മയിൽ ഈ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ആയുർവേദ എന്ന് പറയുന്ന പഞ്ചകർമ്മം മാത്രമാണ് എന്ന് വരെ വിശ്വസിക്കുന്ന കാലമാണ്. ശരിക്കും ആയുർവേദം അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ ഒരു ചെറിയ ബ്രാഞ്ച് മാത്രമാണ് പഞ്ചകർമ്മ എന്ന് പറയുന്നത്. ഈ പഞ്ചകർമ്മയിൽ സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ആദ്യമായി പറയുന്ന അഭ്യംഗമാണെങ്കിൽ പഞ്ചകർമ്മയുടെ പൂർവ്വകർമ്മങ്ങളാണ് ഈ പറയുന്ന ഒട്ടേറെ പ്രധാന കർമ്മങ്ങൾ വരാത്തതാണ് പലതും. പഞ്ചകർമ്മ എന്ന് പറയുന്നതിനകത്ത് പെടാത്ത പൂർവ്വകർമ്മങ്ങളാണ് നമ്മളിപ്പോൾ കിഴിയോ ഈ പറഞ്ഞ പോലെ മസാജസോ പൊടി തിരുമ്മലോ അങ്ങനെയൊക്കെ പറഞ്ഞ പൂർവ്വകർമ്മങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് അതിലൊക്കെ തന്നെ ഈ അഭ്യംഗം ഉണ്ട്. അഭ്യംഗം എന്ന് പറയുന്നത് എണ്ണതേപ്പാണ്. എണ്ണതേപ്പ് നമുക്കൊരു ക്ലിനിക്കിൽ ചെന്ന് നമുക്ക് കോസ്മെറ്റിക് ഓയിൽസ് ഉപയോഗിച്ച് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പർ ഓരോ സ്കിൻ ടൈപ്പ്, കഫപ്രകൃതിയിലുള്ള ഒരാൾക്ക് കൊടുക്കുന്ന ഓയിൽ ആയിരിക്കത്തില്ല, വാദപ്രകൃതിയിലുള്ളവർക്ക് അത് ആയിരിക്കത്തില്ല, പിത്തപ്രകൃതി. അപ്പോൾ അവർക്ക് അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ഇട്ടിട്ടുള്ള മസാജസ് വളരെ എഫക്റ്റീവാണ്. രക്തയോട്ടം കൂടുകയും അതോടൊപ്പം സ്കിന്നിൻ്റെ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. സ്കിൻ ഡിസീസസ് ഒന്നും വരുത്തുമില്ല. ഒരു പ്രൊസീജിയറായി. നെക്സ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഉദ്വർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി തിരുമുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അതിൽ പ്രധാനമായും പറഞ്ഞിട്ടുണ്ട്, പലർക്കും അത് ശ്രദ്ധിക്കാറില്ല. ഉദ്വർത്തനം, കഫകരം, മേധസഹ പ്രവിലായനം, സ്ഥിരീകരണം, മങ്കാനം, ത്വക് പ്രസാദകരം പരം എന്ന് അത് അണ്ടർലൈൻ ചെയ്ത് പറയേണ്ടത്. ഈ ത്വക് പ്രസാദകരം പരം എന്ന് പറയുന്നുണ്ട്. ത്വക് പ്രസാദനത്തിന് നല്ലൊരു സംഭവമാണ് ഈ ഉദ്വർത്തനം. അത് ഓരോ സ്കിൻ ടൈപ്പിന് ഓരോ സംഭവങ്ങൾ ഉപയോഗിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒരേ പൊടി ഉപയോഗിച്ച് ഉദ്വർത്തനം ചെയ്താൽ അത് കറക്റ്റ് ആവണം. ഈ ഉദ്വർത്തനമൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് പർപ്പസിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ കോസ്മെറ്റിക് പർപ്പസിലും ഉദ്വർത്തനം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ പഞ്ചകർമ്മയിൽ പൂർവ്വകർമ്മങ്ങളിൽ വരുന്നത് തന്നെ ഈ സ്ക്രബ് പോലെയുള്ള സംഭവങ്ങൾ എക്സ്റ്റേണലി ചെയ്യാൻ പറ്റും. ഫേഷ്യൽ സ്ക്രബ് മാത്രമല്ല, ഫുൾ ബോഡി സ്ക്രബ് ചെയ്യാൻ പറ്റും. അത് നമ്മളൊരു ട്രീറ്റ്മെന്റ് എന്നുള്ള ആസ്പെക്റ്റിൽ പഞ്ചകർമ്മ സെന്റേഴ്സിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. സത്യത്തിൽ ഈ കോസ്മെറ്റിക് ക്ലിനിക്ക് ആണെങ്കിൽ ഇതെല്ലാം അവിടെ കാണും. ഇത്തരം പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സും അവിടെ കാണും. പഞ്ചകർമ്മയുടെ പൂർവ്വകർമ്മങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പഞ്ചകർമ്മ എന്ന് പറയുന്നത് വമനം, രേചനം, നസ്യം, നിരൂഹം, അനുവാസനം എന്നൊക്കെ പറഞ്ഞാണ് പഞ്ചകർമ്മം പറയുന്നത്. അതിനകത്ത് വസ്തി, വിരേചനം, വമനം, അതായത് വയറിളക്കൽ, വോമിറ്റിംഗ്, നസ്യം, മൂക്കിലൂടെ നമ്മൾ മരുന്നൊരിക്കുന്ന നസ്യല്ലേ, അത് കഷായവസ്തി, സ്നേഹവസ്തി, ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ പ്രധാന കർമ്മം പഞ്ചകർമ്മത്തിൽ. പലരും വിചാരിക്കുന്നത് ഈ പഞ്ചകർമ്മം എന്ന് പറയുന്നത് ഈ തടവും തിരുവും ഒക്കെയാണ് പഞ്ചകർമ്മം. ശരിക്കും പഞ്ചകർമ്മം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല, അത് ട്രീറ്റ്മെന്റ് സൈഡിൽ നോക്കുമ്പോൾ അതൊന്നുമല്ല. പക്ഷെ കോസ്മെറ്റോളജിയിൽ നമ്മൾ പഞ്ചകർമ്മ എന്ന് പറയാൻ പറ്റുന്നത് അതിന്റെ പൂർവ്വകർമ്മങ്ങളാണ്. ഇത്തരത്തിലൊക്കെയുള്ള പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. സ്ക്രബ് ചെയ്യാൻ പറ്റും. അതുപോലെ ശിരോധാര, പലതരത്തിലുള്ള ശിരോധാര ഉണ്ട്. അത് എല്ലാം ഇഫക്റ്റീവാണ്. നമ്മുടെ സൗന്ദര്യ ഫേസ് പാക്കുകൾ, ഫേസ് സ്ക്രബുകൾ, ഈ കഴുത്തിലൊക്കെ ആൾക്കാർക്ക് കറുപ്പ് വന്നിട്ട് PCOD ഒക്കെ ഉള്ളവർക്ക് കണ്ടിട്ടില്ലേ, അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ആണുള്ളത്. ട്രീറ്റ്മെന്റ് സൈഡ് തന്നെ നോക്കണം അതിനൊക്കെ. അതിന് ഈ പറഞ്ഞ പോലെ ചില ഓയിൽ മസാജുകൾ, ചില പ്രത്യേക തരത്തിലുള്ള സ്ക്രബുകൾ, പാക്കുകൾ, ഇതൊക്കെ അതിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഞവര കിഴി, ഞവര തേപ്പ്, ഞവര ഫേഷ്യൽ ഒക്കെ. നസ്യം, ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞില്ലേ, കാമിനസ്യം. ഈ കാമിനസ്യം എന്ന് പറയുന്നത് വളരെ നമ്മൾ തലയ്ക്ക് ചുമലിന് മുകളിലേക്ക് ഉള്ള എല്ലാ ഡിസോർഡേഴ്സിനുമാണ് നസ്യം പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഫേസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾക്കും ഒക്കെ, സ്കിൻ ഗ്ലോയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് നസ്യം. അത് എസ്പെഷ്യലി ഈ ഫേസ് ഗ്ലോ ഒക്കെ കൂട്ടാനായിട്ട് ചില പ്രത്യേക തരത്തിലുള്ള നസ്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ കോസ്മെറ്റോളജി വർക്ക്ഔട്ട് ചെയ്യുന്നവരത് ചെയ്യും. നാൽപ്പാമരാതി തൈലം എന്ന് പറഞ്ഞിട്ട് നോർമൽ ഈ മാർക്കറ്റിലേക്ക് കിട്ടാറുണ്ട്. അത് എനിക്ക് തോന്നുന്നു നോർമലി ഇത് റിലേറ്റഡ് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞുതരാം. നാൽപ്പാമരാതി തൈലം ഉണ്ട്, കേരവും ഉണ്ട്. എണ്ണ നമ്മൾ എള്ളെണ്ണ, വെളിച്ചെണ്ണ, അതിലേത് പ്രിപ്പറേറ്ററി ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് പേര് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും വളരെ എഫക്റ്റീവാണ്. പക്ഷെ അതിനകത്തുള്ള വെച്ചാൽ മഞ്ഞൾ സെൻസിറ്റീവ് ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാതെ ഏലാദിയോ വല്ലതും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എക്സ്റ്റേണലി യൂസ് ചെയ്യുന്ന അഭ്യംഗത്തിനൊക്കെ എടുക്കുന്നതാണ് നല്ലതാണ്. സ്കിൻ ഡിസീസസ് ഒക്കെ മാറുന്നതാണ്, സ്പോട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നതാണ്. നാൽപ്പാമരാതി നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. പക്ഷേ ഇൻ കേസ് ഓഫ് എനി സെൻസിറ്റിവിറ്റി ഉള്ളവർ, ലൈക്ക് മഞ്ഞൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പം നാൽപ്പാമരാതി ഇട്ട് അതിനകത്ത് മഞ്ഞളും മരമഞ്ഞളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നവർക്ക്, ഈവൻ നാൽപ്പാമരം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ ചിലർ വളരെ റെയർലി കാണാറുണ്ട്. മഞ്ഞൾ പക്ഷേ ചിലർക്കൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അത് ഉപയോഗിക്കാതെ അത് മാറ്റി ഏലാദി എന്ന് പറഞ്ഞ് മറ്റൊരു
തൈലമുണ്ട്, ഏലാതി തൈലം, ഏലാതി കീര ഏലാതി തൈലം കേട്ടിട്ടില്ലേ? വളരെ എഫക്റ്റീവ് ആണ്. കുറെ കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മഞ്ഞ കളർ കാണുമ്പം ആൾക്കാർക്ക് കൂടുതൽ കളറിന്റെ ഒരു എഫക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല, ആൾക്കാർ കൂടുതൽ ചോദിച്ചിരുന്ന ഈ നാൽപ്പാമരാതിയാണ്. ഒരു വിചാരം, മനസ്സിന്റെ വിചാരം മഞ്ഞ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറെ കൂടെ വെളുക്കും എന്നുള്ളൊരു വിചാരമാണോ? മഞ്ഞളൊക്കെ റോ മഞ്ഞളൊക്കെ ഇടിച്ച് ഒക്കെ തേക്കാറുണ്ട്. അല്ല, അത് ഒരു കണക്കിന് മഞ്ഞൾ ഒരു ആന്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ എന്താണ് ഒരു ആന്റി ഇൻഫെക്ഷ്യസും ഒക്കെ ആന്റി ബാക്ടീരിയൽ ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ള, അപ്പം മറ്റേ അസുഖങ്ങളൊന്നും വരാതിരിക്കാനാണ് കുഞ്ഞിലേക്ക്. പക്ഷെ പലരിലും കുറച്ചൊരു സെൻസിറ്റിവിറ്റി ഒക്കെ ചിലപ്പോൾ കാണാറുണ്ട്. കാണാത്തവർക്കാണെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇൻ കേസ് ഒരു ബേണിംഗ് സെൻസേഷനോ എന്തെങ്കിലും പ്രസന്റ് ചെയ്യുന്നവരാണെങ്കിൽ മറ്റേ അതർ ഓപ്ഷൻസ് തേടണം. ഡോക്ടറിന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു കോമൺ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെർബൽ ഫേസ് മാസ്ക് നമുക്ക് എന്തൊക്കെ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുക? അതായത് സാധാരണക്കാരിൽ നമുക്ക് ഫേസ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് പാക്ക് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചോദിക്കുന്നത് അല്ലേ? അപ്പൊ ശരിക്കും എല്ലാ സ്കിൻ ടൈപ്പിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കുന്നതാണ്. ഒന്ന് മഞ്ചട്ടിയില്ലേ, നമ്മുടെ മഞ്ചിഷ്ട, അതുപോലെ നറുനീണ്ടി, ഇരട്ടിമധുരം, അതുപോലെ ഈ മഞ്ഞൾ യൂസ് സെൻസിറ്റീവ് ആയിട്ടുള്ളവർക്ക് മഞ്ഞൾ ഇടണ്ട, അല്ലാത്തവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ റോസ് പെറ്റൽ പൗഡർ, ഞാനിവിടെ കുറച്ച് എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു സംഭവമാണ്. ഈ റോസ് പെറ്റൽ പൗഡർ വളരെ എഫക്റ്റീവ് ആണ്, നമ്മുടെ എല്ലാ സ്കിൻ ടൈപ്സിനകത്ത് നല്ലതാണ്. റോസ് പെറ്റൽ ഇല്ലേ, നമുക്ക് തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. റോസ് സാധാ നമ്മുടെ റോസിന്റെ അതിനെ ഉണക്കി പിടിച്ച് നമ്മൾ റോസ് പെറ്റൽസിന് പൗഡർ ചെയ്ത് വെക്കുക. കുറച്ചൊരു പരിപാടി ജോലി ഉണ്ട് അത്, പക്ഷെ ആക്ച്വലി അങ്ങനെ പ്യുവറായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാർക്കറ്റിൽ ഇറ്റ്സ് അവൈലബിൾ. പക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിനകത്ത് കളറാണോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് വരാം. പക്ഷെ നമ്മൾ തന്നെ ഉണ്ടാക്കിയാൽ അതിന് നല്ല സ്മെല്ലുമാണ്, നല്ലൊരു കളർ, പിങ്ക് കളറുമാണ്. എനിക്കിവിടെ റോസ് പെറ്റൽ പൗഡർ ഫേഷ്യലും അതിന് തന്നെ അത് വെച്ച് തന്നെയുള്ള പാക്കും ഒക്കെ പ്രത്യേക ഒരു ഫേഷ്യലായിട്ട് തന്നെ ഞങ്ങൾ ഒരു വണ്ടർ ഫേഷ്യൽസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇതുണ്ട്, ഈ നമ്മുടെ ഫേസ് പാക്കിനകത്തും ഇതെല്ലാം ഉണ്ട്, ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ മുൾത്താണി മിട്ടിയോ ഇത്രയും നമ്മൾ പൊടിച്ച് ഒരു തുള്ളി അളവിൽ എടുത്ത് പൊടിച്ച് അതിനകത്ത് മുൾത്താണി മിട്ടിയോ ഓറഞ്ച് പീൽ പൗഡർ ഇല്ലേ, അതൊക്കെ നല്ലതാണ്. അതെല്ലാം ആഡ് ചെയ്യാൻ പറ്റും. അതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കൊരു പൊടിയായിട്ടൊക്കെ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കായിട്ടൊക്കെ നമുക്കിതിനെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ കട്ടിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു 1/2 അങ്കുലം കനത്തിൽ എന്നൊക്കെയാണ് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത്. കുറച്ച് കട്ടിക്കാണ് ഇത് അപ്ലൈ ചെയ്യാനുള്ളത്. അത് കുറച്ചൊന്ന് ഇത് ഉണങ്ങി വരുമ്പോൾ തന്നെ അധികം ഡ്രൈ ആവാതെ വെള്ളം നനച്ച് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ കൂടുതൽ ഡ്രൈ ആയി പോകും. ഡ്രൈ ആയ സ്കിന്ന് വലിയും. പിന്നെ നമ്മൾ ഇത് ഇട്ടിട്ട് കുറച്ച് വർത്താനം പറഞ്ഞിരിക്കുക, കുറച്ച് ചിരിക്കുക, നമ്മൾ അങ്ങനെ അനങ്ങുക ഒക്കെ ചെയ്യാതിരിക്കുക നല്ലത്. കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചോണ്ട് നമ്മൾ കുറച്ച് മിണ്ടാതിരിക്കുകയാണ്, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക നല്ലത്. ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് കണ്ണിന് താഴെ ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാറുണ്ട്, എനിക്ക് തോന്നുന്നു അത് കോമൺ കുറെ ആൾക്കാർക്ക് വരാറുണ്ട്. അപ്പൊ അതിന് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഈ ഡാർക്ക് സർക്കിൾസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ആൾക്കാരിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഓവർ എക്സർഷൻ, ഇപ്പൊ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നവരിൽ ഇപ്പൊ എല്ലാവർക്കും ഉറക്കമൊക്കെ കുറച്ച് കുറവും തലതിരിഞ്ഞുള്ള നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് കൂടുന്നതനുസരിച്ച് പല ഇഷ്യൂസും ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷൻസിനകത്ത് അതുപോലെ ഓവറായിട്ട് കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഡാർക്ക് സർക്കിൾസ് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് കുങ്കുമാതിയുടെ പ്രോഡക്ട്സ് ആണ് നല്ലത്. കുങ്കുമാതി സിറം ഉണ്ട്, അതിൽ ഉണ്ട്. അതുപോലെ കുങ്കുമാതി എസെൻഷ്യൽ ഓയിലുണ്ട്. ഈ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് സെൻസിറ്റിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചിലർക്ക് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് പിമ്പിൾസോ ഒക്കെ വരാനുണ്ട്. അപ്പോൾ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് അത് യൂസ് ചെയ്യും. അതുപോലെ കുങ്കുമാതി ക്രീംസ് ഉണ്ട്, അണ്ടർ ഐ ക്രീം ഉണ്ട്, അണ്ടർ ഐ ക്രീം ഉണ്ട്. അത് ഭയങ്കര എഫക്റ്റീവാണ്. ഈ നാൽപ്പാമര കുങ്കുമ ചേർത്തിട്ടുള്ള ഒരു അണ്ടർ ഐ ക്രീം ഉണ്ടാക്കുന്നുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. നമുക്ക് കണ്ണിനടിയിൽ അപ്ലൈ ചെയ്ത് 1 ടൈം ഒക്കെ അപ്ലൈ ചെയ്താൽ മതി ഡെയിലി. അത് നൈറ്റിൽ നമുക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്ത് കിടക്കാം. കണ്ണിന് താഴെ അപ്ലൈ ചെയ്താൽ കിടന്നാൽ രാവിലെ വാഷ് ചെയ്ത് കളയാം. അത്തരത്തില് വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നതല്ല. ഇതിൽ അത് പ്രശ്നമില്ല. കാര്യം നമുക്ക് കുറച്ച് ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇങ്ങനെയുള്ള ക്രീംസ് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ പാക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഉണങ്ങുന്നതിന് മുമ്പേ വാഷ് ചെയ്യണം. വിശേഷം കണ്ണിനടിയിലുള്ള സ്കിൻ സോഫ്റ്റ് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഒത്തിരി ഉണങ്ങി പിടിക്കാനേ പാടില്ല. സ്ട്രിക്റ്റ് അപ്പോഴേ തന്നെ വാഷ് ചെയ്തോളാം. ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ കുറെ ആൾക്കാർ അവരുടെ തന്നെ ഇപ്പൊ എക്സാമ്പിൾ ഇത് ഇങ്ങനെ ചില വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു ഈ പേസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ മുഖത്ത് തേക്കുമ്പോഴൊക്കെ നമുക്ക് വെളുക്കുന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ റീൽസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ ഇവർ ഇങ്ങനത്തെ ആൾക്കാരെ നമ്മൾ സജഷൻസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെയാ ഇത് മാനേജ് ചെയ്യുന്നത്? ഇതിനെപ്പറ്റി ശരിക്കും ഇത് ഭയങ്കര വലിയൊരു അപകടമാണ്. കാര്യം ഒരു
ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റ് പറയുന്നത് പോലെ ആയിരിക്കും, വലിയ ഓതന്റിക് ആയിട്ടായിരിക്കും അവർ പറയുന്നത്. ചെറിയ ചെറിയ ടിപ്സ് ആയതുകൊണ്ട് ആൾക്കാർ പലരും അതങ്ങ് അനുകരിക്കാനും സാധ്യതയുണ്ട്. വീട്ടിലുള്ളതല്ലേ, നോക്കുമ്പോൾ പേസ്റ്റ് ആണ്, സോഡാ പൗഡർ ആണ്, പിന്നെ അങ്ങനെയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട് പലതും. ലൈക്ക് അതിൻ്റെ കൂടെ മഞ്ഞൾ ഇടുക, അതിൻ്റെ കൂടെ നാരങ്ങാ നീരൊഴിക്കുക, കോഫി പൗഡർ ഇടുക, ഇതെല്ലാം കൂടെ ഇടുക, പിന്നെ മുഖത്ത് തേക്കുക, ഇങ്ങനെയൊക്കെ പറയാം. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ, സ്കിൻ സെൻസിറ്റീവ് ആയിട്ടുള്ള, ഇപ്പൊ മഞ്ഞൾ അലർജി ആയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ഈവൻ ഈ പേസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അറിയത്തില്ലേ, നമുക്ക് അതും പല ടൈപ്പ് പേസ്റ്റുകളും കാണും. വീട്ടിൽ ഇവർ അവൈലബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും എടുത്ത് തേക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയൊന്നുള്ള ഒരു സാധനങ്ങളും പുറത്ത് തേക്കരുത്. എല്ലാവരും വിചാരിക്കും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരാളുടെ ഏതോ ഒരു വീഡിയോ കണ്ട്, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല, അവർ ഈ ജാതിക്ക തന്നെ വളരെ ഷാർപ്പായിട്ട് ഉരച്ചിട്ട് അപ്പൊ തന്നെ മുഖത്ത് തേക്കുന്നു. ഇത് ചില ആൾക്കാരിൽ വളരെ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അത് പറ്റുമോ? നമുക്കിപ്പോൾ ആയുർവേദമാണെന്ന് പറഞ്ഞാലും എന്തൊരു നമുക്ക് നാച്ചുറലി കിട്ടുന്ന സാധനമാണെന്ന് പറഞ്ഞായിരുന്നാലും നമ്മളത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിന് അത് പറ്റുമോ ഇല്ലേ എന്നുള്ളത് അന്വേഷിക്കണ്ടേ. പലരും ഇട്ട് പൊള്ളി പോയിട്ടുണ്ട്. കാര്യം അറിയത്തില്ല, ഇത് ഓരോ സ്കിൻ ടൈപ്പ് അല്ല ഹീറ്റ് ആയിട്ടുള്ള സാധനമല്ലേ. അപ്പൊ അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത്തരത്തിൽ സെൻസിറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്ത്, ഒരാൾക്ക് യൂസ് ചെയ്തത് കറക്റ്റ് ആണ് എന്ന് കരുതിയിട്ട് അത് മറ്റൊരാൾക്ക് കറക്റ്റ് ആവണമെന്നില്ല. ആരും ഒരേ പ്രകൃതിക്കാരല്ല, എല്ലാവരും പല പല പ്രകൃതിക്കാരാണ്. നമ്മൾ പ്രകൃതിയൊക്കെ പഠിക്കുന്നില്ല. അപ്പൊ ആ പ്രകൃതിക്ക് അനുസരിച്ചും ഓരോ ദോഷിക് പ്രോമിനൻസ് അനുസരിച്ച് ഇപ്പൊ എനിക്കുള്ള ദോഷ പ്രോമിനൻസ് ആയിരിക്കത്തില്ല ഇപ്പൊ മറ്റൊരാൾക്കുള്ളത്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തിട്ടല്ലേ നമ്മളൊരു സ്കിൻ നോക്കിയേ നമുക്ക് എപ്പോഴും ട്രീറ്റ് ചെയ്യാം. അല്ലാതെ ഒരു പരസ്യം കണ്ടോ, ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഇത് കണ്ടോ പരീക്ഷിച്ച് ഒരുപാട് അബദ്ധം വന്നവര് നമ്മുടെ കോസ്മെറ്റോളജി ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് കറക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ഹൈപ്പർ ടെൻഷൻ ഉള്ള ആൾക്കാർ, അപ്പൊ ഇവര് ഈ സൗന്ദര്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നുള്ള രീതിയിലല്ല, ഇതൊക്കെ വാസ്കുലർ ഡിസീസ് എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരും നമുക്ക് ഈ ഇത്തരത്തിലുള്ള പല രോഗങ്ങളും. ഇതൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ സൗന്ദര്യ സംരക്ഷണം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സ്കിന്നൊക്കെ നമുക്ക് ഫാറ്റി എലിമെന്റ്സ് ഒക്കെ ലൂസ് ചെയ്യുമ്പോഴൊക്കെ സ്കിന്നൊക്കെ വലിഞ്ഞിട്ട് റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏജിങ് ഒക്കെ കുറേ കൂടി പെട്ടെന്ന് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞിട്ട് ചില ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് ഈ അവർ ചിലപ്പോൾ ഫുഡ് അവർക്കൊരു പോളിഫേജിയൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് ഈ വെയിറ്റ് ചിലപ്പം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ഡീഹൈഡ്രേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് പറ്റും, ശരിക്കും സ്കിന്ന് വലിഞ്ഞ് വളരെ സ്കിന്നിൻ്റെ സർക്കുലേഷൻ കുറഞ്ഞിട്ട്, ഇത് വാസ്കുലാരിറ്റിയൊക്കെ ബന്ധപ്പെടുന്ന ഡിസീസസ് അല്ലേ. അപ്പം നമുക്ക് ആ ഒരു അത്തരത്തിലൊക്കെ ഉള്ള സ്കിന്നിനൊക്കെ ഒത്തിരി കംപ്ലയിൻസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഈ ഡയബറ്റീസിന്റെ ഒരു പ്രധാന ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഇൻഫെക്ഷനെ നമ്മൾ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരും, ഇമ്മ്യൂണിറ്റി കുറവല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രധാനമായും നമ്മൾ അത് കൺസിഡർ ചെയ്യണം. സ്കിന്നിൽ റാഷസ് വരിക, ചിലർക്ക് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ തന്നെ പല റാഷസ് ഒക്കെയാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ചില ഇച്ചിങ് ഒക്കെ ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അത് സ്ത്രീകൾക്കാണെങ്കിൽ വൾവാർ ഏരിയയിലൊക്കെ ഇച്ചിങ് ഒക്കെ വന്നിട്ടൊക്കെ ആദ്യം അവർ ഇൻഫെക്ഷൻ പോലെയൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവർ ഡയബറ്റിക് ആയിരിക്കും. നമുക്ക് ബ്രസ്റ്റിന്റെ അടിയിലോ ആക്സിലറി ഏരിയയിലൊക്കെ ചില ഇൻഫെക്ഷൻ, ഫംഗൽ ഇൻഫെക്ഷൻ പോലെയൊക്കെ വരുന്നൊക്കെ പ്രീ ഡയബറ്റിക്കിന്റെ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതുപോലെ ദേഹത്തും റാഷസ് കാണുന്നുണ്ട്. അവർക്ക് അധികം പല പൊടി പുകയൊന്നും എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, സ്കിന്നൊക്കെ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രധാനമായും സ്കിൻ കെയർ, ഹെയർ കെയർ, നെയിൽ പ്രോപ്പർലി നോക്കിയേ പറ്റത്തുള്ളൂ. അതുപോലെ സോറിയാസിസ് പോലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഇൻവോൾവ്മെന്റ്സ് ഉള്ള ഡിസീസിലും അങ്ങനെ തന്നെയാണ്. അവർക്ക് എന്ന് പറഞ്ഞാൽ ബ്രിട്ടിൽ നെയിൽസ് ഒക്കെ വരും. അപ്പൊ അതും അങ്ങനെയല്ലേ. അപ്പൊ അത് നമ്മൾ കോസ്മെറ്റോളജി ആയിട്ട് ബന്ധപ്പെടുത്തി അതിനൊരു കെയർ ഒക്കെ കൊടുക്കണം. എപ്പോഴും നമ്മൾ കെയർ എന്നുള്ള ഒരു ആസ്പെക്ട് ഇത്തരം ഡിസീസിലുള്ളവർക്ക് ശ്രദ്ധിക്കണം. കോസ്മെറ്റോളജിയിൽ സ്കിന്നും ഹെയറും നെയിലും പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമ്മൾ അതുപോലെ ഒത്തിരി മെഡിസിൻസ് എടുക്കുന്നത്, ഇപ്പൊ ആന്റി ഹൈപ്പർടെൻസീവ് എടുക്കുന്ന ചില ആൾക്കാരിൽ സ്കിൻ ഡിസീസ് വരുന്നുണ്ട്, സ്കിൻ മാനിഫെസ്റ്റേഷൻസ് വരുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ, എസ്പെഷ്യലി ബീറ്റ ബ്ലോക്കേഴ്സ്. അപ്പൊ അതൊക്കെ ശ്രദ്ധാപൂർവം, വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. അവർ സ്കിന്ന് നന്നായി ശ്രദ്ധിക്കണം. എസ്പെഷ്യലി സ്കിൻ, ഹെയറും നെയിലും ഒക്കെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഈ സൗന്ദര്യ സംരക്ഷണം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്? ഫസ്റ്റ് നമ്മളൊരു സൗന്ദര്യ സംരക്ഷണം എന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാവരും ചെയ്യേണ്ടതാണ്. അതിന് പ്രത്യേകിച്ച് ജെൻഡർ ഡിസ്ക്രിമിനേഷനോ ഒന്നുമില്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ
പ്രധാനമായും ഞാൻ പറയും ഒരു ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടുന്നതാണ്. കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ, ഇവിടെ ഇപ്പോൾ ഒരു മുഖക്കുരു ഉണ്ടായാൽ പോലും, എന്ത് ഒരു സ്കിന്നിൽ ഒരു എലിമെന്റ് ഉണ്ടായാൽ, താരനാവട്ടെ, ഒരു മുഖക്കുരു ആവട്ടെ, കോമൺലി കാണുന്ന സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സ്പോട്സ് ആവട്ടെ, ഡാർക്ക് സ്പോട്സോ വൈറ്റ് സ്പോട്സോ എക്നെയോ ടാക്സോ സ്കിൻ ടാക്സ് ഒക്കെ ഉണ്ടല്ലോ, അത് എന്ത് തന്നെയും ആകട്ടെ, നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം, ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ ഹെയറിൽ അല്ലെങ്കിൽ നെയിലിൽ എന്തൊരു സാധനവും നിങ്ങൾ അപ്ലൈ ചെയ്യാവൂ. അല്ലാതെ പരസ്യങ്ങൾ കണ്ടിട്ടോ ബ്യൂട്ടി പാർലറുകളിൽ സമീപിച്ചിട്ടോ പിന്നെ എന്താ പറയുക, യൂട്യൂബ്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോ ഇലയും പൂവും കായുമായിട്ടൊക്കെ നിൽക്കുവാണ്, ഫേസിൽ ഇത് നിങ്ങൾ തേച്ചാൽ മതി, ഇത് മാത്രം മതി എന്നൊക്കെയാണ് പറയുന്നത്. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ഒരൊറ്റ ഇല മതി, നിങ്ങളുടെ കംപ്ലീറ്റ് സൗന്ദര്യം ഇപ്പം കിട്ടും എന്നൊക്കെയുള്ള വീഡിയോസൊക്കെ പലപ്പോഴും കാണുന്നുണ്ട്. എന്ത് തരത്തിലുള്ള ഇതാണ് അതിന് ഒരുപക്ഷെ വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ വളരെ കൂടുതൽ. ഈ ആൾക്കാർ അൺഅവെയർ ആണ്, അത്തരത്തിൽ അൺഅവെയർ ആവരുത് നമ്മൾ ഒരിക്കലും. നമുക്കിപ്പോൾ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരു ഓറഞ്ച് പോലും സെൻസിറ്റീവ് ആകുന്ന ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ട്, ലെമൺ സെൻസിറ്റീവ് ആവുന്ന ടൈപ്പ് ഓഫ് സ്കിൻ, സിട്രസ് ഫ്രൂട്ട്, സ്കിൻ ഗ്ലോ തരുന്ന ഒരു സാധനമാണ് സിട്രസ് ഫ്രൂട്ട്സ്. പക്ഷെ അതുപോലും ചില സ്കിന്നുകളിൽ ചില സ്കിൻ ടൈപ്സിന് പറ്റത്തില്ല. പക്ഷെ അപ്പൊ അത് ഏത് ടൈപ്പിലാണ് പറ്റുന്നത് എന്നുള്ളത് ആർക്കേ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു കോസ്മെറ്റോളജിസ്റ്റ്, ഒരു ഡോക്ടർ, അവരെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഏതൊരു ട്രീറ്റ്മെന്റും തുടങ്ങാവൂ. എസ്പെഷ്യലി കൊച്ചുകുട്ടികളും 40+ ആയിട്ടുള്ള ആൾക്കാരും തൊടാൻ പോലും എല്ലാവരും അത് തന്നെയാണ് ചെയ്യേണ്ടുന്നത്. മനസ്സിലായി.